ബംഗാളി ഇറക്കി വരുന്ന കേസ് ആ പ്ലാറ്റ്ഫോമിലാണ് പോയി ഇരിക്കേണ്ടത്. അറിയാൻ വയ്യ. ട്യൂഷന് പോവുകയാണ് കേസ്. ഫസ്റ്റ് ടൈം ട്യൂഷൻ തപ്പി ഇറങ്ങിയത്. ട്യൂഷൻ കിട്ടിയില്ല. ട്യൂഷനാണെങ്കിൽ ഇച്ചിരി പോകുന്ന വഴി കൂടെ ഇങ്ങനെ നടക്കുന്നു. കാറ്റാണെങ്കിൽ കാറ്റ് കേസ് ഒന്നും പറയില്ല, ഭയങ്കര കാറ്റാണ്. ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരുന്നത് നല്ല പേടിയാണ്. നന്നായിട്ട് കാറ്റ് എന്നെ എങ്ങനെ വേണോ അടിച്ച് തള്ളിയിടുന്നുള്ള കാറ്റ്. മനുഷ്യൻ കൈയും കാലും വിറച്ചാണ് നടക്കണം. കാറ്റുകൊണ്ട് കാലെടുത്ത് വെക്കാൻ കൂടെ വയ്യ. കേസ് അടിച്ച് വിറച്ച് വരെ പക്ഷെ പ്ലാറ്റ്ഫോം എത്തി. പിന്നെ കേസ് നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര ദൂരത്തൊന്നുമില്ല. ഞാൻ കാണിച്ചാൽ എത്ര ദൂരം. പക്ഷെ കൊള്ളാം, പ്ലേസൊക്കെ ഇവിടെയാണ് കേസ്. ബട്ട് പേടിയാണ്. ഇങ്ങോട്ടൊക്കെ ഒറ്റയ്ക്കാണ്. അവിടെ നിയമം റെയിൽവേയുടെ പണി നടക്കണമുണ്ട്. ആർക്കും ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ പറ്റത്തില്ല. അവിടെ ഫുള്ള് ബംഗാളി ക്വീൻസാണ്. ഏത് സമയത്താണ് മരുന്നിരിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മളിവിടെ എത്തി. ഈ വഴി കയറാം. പയ്യൻസെല്ലാം അവിടെ ഉണ്ട്. കാട്ടിനിടയിൽ കൂടെ ഒക്കെ പോകണം. എനിക്കൊക്കെ കാണാൻ. അങ്ങനെ പ്ലാറ്റ്ഫോം എത്തി. ഇനി നമ്മൾ ഇവിടെ പണിങ്ങനെ ഇരിക്കണം. കാറ്റാ കത്താവേ, ഇത് കാറ്റാണെന്ന് അറിയാമോ? ഇവിടെ ഫുള്ളും മഴയൊക്കെ പെയ്ത് എല്ലാം കുത്തി തോണ്ടി കുത്തിക്കണമെന്നല്ലേ. ചെളിയാണ്. ഫുള്ളും ചെളിയും ചവിട്ടി ഫാനറിട്ട് വീഴാൻ നോക്കിയിട്ടാണ് വന്നത്. ഇങ്ങനെ ഇവിടെ നമ്മൾ പ്ലാറ്റ്ഫോം എത്തി. ഇനി എങ്ങോട്ട് പോകണമെന്നൊന്നും എനിക്കറിയത്തില്ല. നോക്കാം. ഇവിടെ എവിടെയോ പരിസരത്താണെന്നാണ് പറയണത് ട്യൂഷൻ. കറക്റ്റാവൊന്നും അറിഞ്ഞൂടാ. അപ്പം എൻ്റെ അടുത്ത് ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കാനാണ് പറഞ്ഞത്. പ്ലാറ്റ്ഫോമിൽ ഏത് സൈഡ് ഇരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേസ് വെയിറ്റാ. നൈസസ് പ്ലേസാണ്. ഫുള്ള് കാറ്റ്. ഇവിടെയൊന്നും ആൾക്കാരൊന്നും ഇല്ല. കേസ് എന്നാലും ആൾക്കാരെ കൊണ്ട് ഫ്രണ്ട് വരുന്നത് വരെ ഇവിടെയാണ്. കേസ് തൂക്കും ഇങ്ങോട്ടാണ് നോക്കണം. നൈസ് പ്ലേസാണ് കേസ്. ഇങ്ങോട്ടൊക്കെ വരണം. അത് ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ വരണം. ഉച്ചയ്ക്കൊന്നും ഇപ്പം മഴയുള്ള സീസൺ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ മഴയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്ര വെയിൽ ഇവിടെ അടിക്കാത്ത. ഫുള്ളും വെള്ളമൊക്കെ കിടക്കണം. ഒരു ഈവനിങ് ടൈമിൽ 4-4:30 വരുവാണെന്നുണ്ടെങ്കിൽ പൊള്ളി പ്ലേസാണ് ഇവിടെ. ഞാൻ മുന്നേ വന്നിട്ടൊക്കെ ഉണ്ട്. കേസ് സെറ്റ് സ്ഥലമാണ്. അവിടെയൊക്കെ പണിയൊക്കെ നടക്കണതുകൊണ്ട് അങ്ങനെ ആളൊന്നും കാണില്ല ഇവിടെ. പക്ഷെ നൈസാണ്. കാറ്റും കാര്യങ്ങളെല്ലാം പൊളിയാണ് കേസ് ഇവിടെ. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ പ്ലേസ്. ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്നിരിക്കാം. നൈസസ് പ്ലേസാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന സാധനം എന്തോ അനങ്ങുന്നു കേസ്. അറിയത്തില്ല, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഇനി ഇരിക്കണ്ട. പൊടിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങി പിടിക്കേണ്ടി വരും. സെറ്റ് സ്ഥലമാണ് കേസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കേസ് ഞാൻ കാണിച്ചിരുന്നു എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. ഇവിടെ അങ്ങും അല്ലതോ അങ്ങ് റോഡ് വേറെ അവിടെ അങ്ങ് അറ്റം കിടപ്പുണ്ട് കേസ്. ഞാൻ പക്ഷെ അവിടെ നിന്ന് ഇതുവരെ നടന്നു. സെറ്റാണ്. കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നടക്കാൻ ഒട്ടും ബോറടിക്കുക. പക്ഷെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഒറ്റയ്ക്ക് വരാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓക്കെ. എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ കറങ്ങി നടക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ഫ്രണ്ട്സുണ്ട്. ഫ്രണ്ട്സ് ഇപ്പോൾ വരും. അങ്ങനെ വെയിറ്റ് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷെ അതിൽ എത്തിയിട്ടില്ല. ഇപ്പം എന്നെ കോൾ ചെയ്തതേ ഉള്ളൂ വരാമെന്ന് പറഞ്ഞു. ഉള്ളത് പറയാനല്ല, ഇവിടെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒറ്റയ്ക്കാണ്ട് ചെറിയ പേടിയാണ്. പ്ലീസ് അതാണ് സത്യം.
സ്ഥലമൊക്കെ നൈസല്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് മേലോട്ട് വീടുകളൊക്കെ ഉണ്ട്, അവിടെ എവിടെയൊക്കെയാണ് ഇനി ട്യൂഷൻ ക്ലാസ് ഒരു റിസ്ക് പോയിന്റ് കണ്ടു. അങ്ങോട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലേസൊക്കെ അവിടെ ഞാൻ വരുന്ന ഉടനെ വീടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ അടുത്തൂടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഒന്ന് ഗസ് ചെയ്യാൻ പോകാൻ പറ്റുന്നത് എവിടെയാണ് സ്ഥലം? ലേഡീസ് കുടിക്കാനുള്ള കയ്യ വെള്ളമുള്ളൊക്കെ പൈപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കാറ്റ് വരുന്നുണ്ട്. പുല്ല് ഇതൊക്കെ തന്നെ നേരെ നിൽക്കാൻ പോലും പറ്റൂല. എനിക്കിനി എന്തായാലും എൻ്റെ ഫ്രണ്ട് പറഞ്ഞ രീതി കുറയ്ക്കത്തില്ല ഗേസ്. അങ്ങനെ ഗേസ് നമ്മളിവിടെ എത്തി. ഫ്രണ്ട് അവിടെ കാത്തു നിൽക്കുവാണ്. വെള്ളം എടുത്തോട്ട് പോകുന്നു. ട്യൂഷൻ പോക്ക് ഇത്ര ഉണ്ടെന്ന് വിചാരിച്ചില്ല. എന്തായാലും അപ്പോൾ ഗേസ്, അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട്. ഓക്കെ ബൈ. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. ബൈ.